നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. SAR പേര് ചേർക്കാനും ഒഴിവാക്കാനും ഉൾപ്പെടെ അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം ഇന്ന് തീരും. സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സമയം ഇന്നുവരെ നീട്ടിയത്. ആദ്യം ഈ മാസം 22 വരെയായിരുന്നു സമയപരിധി. 11 ലക്ഷത്തിലധികം പേരാണ് പേര് ചേർക്കാൻ അപേക്ഷിച്ചത്. അതേസമയം ഹിയറിംഗും പരിശോധനയും ഫെബ്രുവരി 14 വരെ തുടരും. 37 ലക്ഷത്തോളം പേരാണ് രേഖകൾ ഹാജരാക്കേണ്ടത്. 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരും പട്ടികയിൽ പേരിലെ അക്ഷരത്തെറ്റ് ഉൾപ്പെടെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളവരുമാണ് രേഖ നൽകേണ്ടത്. ഹിയറിംഗിനും പരിശോധനയ്ക്കും ശേഷം ഇന്നലെ വരെ 9868 പേരാണ് പത്രികയിൽ നിന്ന് പുറത്തായത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി വീണ്ടും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് പ്രതിയെ കോടതിയിൽ എത്തിച്ചത്. ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം വീൽചെയറിലാണ് KP ശങ്കരദാസിനെ കോടതിയിൽ ഹാജരാക്കിയത്. അതിനിടെ കേസിലെ മറ്റ് പ്രതിയായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാറിന് ജാമ്യം അനുവദിച്ചു. കേസിൽ അറസ്റ്റിലായി 43-ാം ദിവസമാണ് കൊല്ലം വിജിലൻസ് കോടതി പ്രതിക്ക് ഉപാധികളോടെ ജാമ്യം നൽകിയത്. ദ്വാരപാലക ശില്പ കേസിലെ 6-ാം പ്രതിയാണ് ശ്രീകുമാർ. മുരാരി ബാബു മാറിയതിന് പിന്നാലെയാണ് S. ശ്രീകുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാകുന്നത്. ദ്വാരപാലക ശില്പ പാളികൾ കടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നിയമനം. മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക മാത്രമാണ് ചെയ്തതെന്നും സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നുമായിരുന്നു ജാമ്യാപേക്ഷയിലെ വാദം. നേരത്തെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യം അനുവദിച്ചിരുന്നു. ദ്വാരപാലക കേസിലും കട്ടളപ്പാളി കേസിലുമാണ് ജാമ്യം നൽകിയത്. 90 ദിവസം കഴിഞ്ഞോടെയാണ് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. കർശന ഉപാധികളുടെയാണ് ജാമ്യം. നേരത്തെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക കേസിൽ സ്വാഭാവിക ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ കട്ടളപ്പാളി കേസിൽ 90 ദിവസം പൂർത്തിയാകാത്തതിനാൽ റിമാൻഡിൽ തുടരുകയാണ്. അതേസമയം ശബരിമലയിൽ നടന്നത് അയ്യപ്പൻ്റെ സ്വത്ത് പ്രതികൾ കൂട്ടം ചേർന്ന് കൊള്ളയടിച്ച കൂട്ടക്കവർച്ചയാണെന്നും ക്ഷേത്രത്തിൽ നടന്നത് ആസൂത്രമായ കൊള്ളയാണെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ MLA A. പത്മനാഭന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ അതിരൂക്ഷമായ വിമർശനം ഉണ്ടായത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി SIT നടൻ ജയറാമിനെ SIT ചോദ്യം ചെയ്തു. ചെന്നൈയിലെ വീട്ടിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. ശബരിമലയിൽ വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം തുടങ്ങുന്നതെന്നും പോറ്റി നിരവധി തവണ പൂജകൾക്കായി വീട്ടിലെത്തിയിട്ടുണ്ടെന്നും ജയറാം മൊഴി നൽകി. പോറ്റിയെ വിശ്വാസമായിരുന്നു. സാമ്പത്തിക ഇടപാടോ തട്ടിപ്പോ അറിയില്ല. കട്ടളപ്പാളി സ്മാർട്ട് ക്രിയേഷനിൽ പൂജിപ്പോഴും പോറ്റി വിളിച്ചപ്പോൾ പങ്കെടുത്തിരുന്നു. വാതിൽപ്പാളികൾ കോട്ടയം ഇളമ്പള്ളി ക്ഷേത്രത്തിൽ എത്തിച്ച് ഘോഷയാത്ര നടത്തിയപ്പോഴും പങ്കെടുത്തു. സാമ്പത്തിക ഇടപാടോ തട്ടിപ്പോ അറിയില്ലെന്നും ജയറാം വ്യക്തമാക്കി. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയറാം കേസിൽ സാക്ഷിയാകും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ സ്വാഭാവിക ജാമ്യത്തിനായി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്ന് അപേക്ഷ സമർപ്പിക്കും. ഇന്നലെ സുധീഷ് കുമാറിന്റെ റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായിരുന്നു. കട്ടളപ്പാളി കേസിലും ദ്വാരപാലക ശില്പി കേസിലും സുധീഷ് കുമാർ പ്രതിയാണ്. 2 കേസുകളിലും ഒരേ ദിവസമായിരുന്നു അറസ്റ്റ്. ഉദ്യോഗസ്ഥരെന്ന നിലയിൽ ബോർഡിന്റെ തീരുമാനം അനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നും സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നുമാണ് പ്രതിയുടെ വാദം. SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് കൂടി ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ. കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടളപ്പള്ളി കേസിൽ ഉടൻ സ്വാഭാവിക ജാമ്യത്തിന് നീക്കം നടത്തും. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റും രാജ്യസഭാ അംഗവുമായ PT ഉഷയുടെ ഭർത്താവ് V. ശ്രീനിവാസൻ അന്തരിച്ചു. 61 വയസ്സായിരുന്നു. പയ്യോളിയിലെ വീട്ടിൽ കുഴഞ്ഞു വീണ ശ്രീനിവാസനെ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ദില്ലിയിലായിരുന്നു PT ഉഷ. നാട്ടിലേക്ക് തിരിച്ചു. പൊന്നാനി സ്വദേശിയും കബഡി താരവുമായ ശ്രീനിവാസൻ CISF-ൽ ഉദ്യോഗസ്ഥനായിരുന്നു. ലോക കേരള സഭ ലോകത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പലർക്കും സംശയങ്ങളുണ്ടായിരുന്നു എന്നും 5-ാം സമ്മേളനത്തോടെ സംശയങ്ങൾക്ക് ഉത്തരമായി എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രവാസികൾക്ക് നാടിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ വേദി ഉണ്ടായിരുന്നില്ല. വിദഗ്ധരായ പ്രവാസികൾക്ക് കേരളവുമായി സഹകരിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതുപോലെ ഒന്ന് ലോകത്തെവിടെയെങ്കിലും ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടില്ല. ഇത് അപൂർവമായ ഒന്നാണ്. വിദേശകാര്യ മന്ത്രാലയം ലോക കേരള സഭയെ മാതൃകയായി ചൂണ്ടിക്കാണിച്ചു. ലോക കേരള സഭാംഗം ഒരു പ്രധാനപ്പെട്ട സ്ഥാനമായി പ്രവാസികൾ കരുതുന്നു. പരാതികളും ആപരാധികളും മാത്രമല്ല, നാടിൻ്റെ വികസനവും ഇവിടെ ചർച്ചയാണ്. ലോക കേരള സഭയുടെ സ്വീകാര്യത വർദ്ധിച്ചു. പ്രവാസികൾക്ക് അർഹതപ്പെട്ട അംഗീകാരമാണ് സർക്കാർ നൽകുന്നത്. 10 വർഷം പ്രവാസികൾ ഏതെല്ലാം തരത്തിൽ പരാതികൾ ഉണ്ടായിരുന്നു. അന്നത്തെ കേരളം വലിയ പ്രയാസത്തിലായിരുന്നല്ലോ. ഇപ്പോൾ എന്താണ് അനുഭവം? 10 വർഷം ഉണ്ടായ മാറ്റം മനസ്സിലെ കുളിർക്കെ നിങ്ങൾ കാണുകയില്ലേ? യാത്രാ സൗകര്യത്തിൽ വലിയ മാറ്റങ്ങൾ കേരളത്തിലുണ്ടായി. തിരുവനന്തപുരം കാസർഗോഡ് യാത്രാ സമയം കുറയണം. ചുരുങ്ങിയ സമയം കൊണ്ട് ദീർഘദൂര യാത്ര സാധ്യമാകണം. തിരുവനന്തപുരത്ത് നിന്ന് 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്താനാകണം. ഇതൊന്നും സ്വപ്നമല്ല, യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇതിനൊന്നും ഒരു തടസ്സം ഉണ്ടാവില്ലെന്നാണ് സർക്കാർ കരുതി. എന്നാൽ പദ്ധതിയായി മുന്നോട്ട് പോയപ്പോൾ തടസ്സമുണ്ടായി. റെയിൽവേ അനുമതി കിട്ടിയില്ല. എന്നാൽ സർക്കാർ ശ്രമിച്ചു കൊണ്ടേയിരുന്നു. 1-ലേറെ ബലാത്സംഗ കേസിൽ പ്രതിയായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ അയോഗ്യതയിൽ തീരുമാനം. തിങ്കളാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണമെന്ന് പരാതി നിയമസഭ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി 2-ന് പരിഗണിക്കും. DK മുരളി നൽകിയ പരാതിയിലാണ് പ്രിവിലേജ് കമ്മിറ്റി പരിഗണിക്കുന്നത്. നിരന്തരം ക്രിമിനൽ കേസിൽ പ്രതിയായ രാഹുലിനെ അയോഗ്യനാക്കണമെന്നാണ് ആവശ്യം. രാഹുലിന്റെ ഭാഗം കൂടി കേട്ടാവും കമ്മിറ്റി തീരുമാനമെടുക്കുക. നടപടിക്രമങ്ങൾ സങ്കീർണമായതിനാൽ ഈ സഭ സമ്മേളനം തീരുമാനം വരാനുള്ള സാധ്യത കുറവാണ്.
ഇടനിരീക്ഷനായ അഡ്വക്കേറ്റ് BS ഹസ്കർ CPM വിട്ടു. പാർട്ടിയുമായുള്ള 36 വർഷ ബന്ധം അവസാനിപ്പിച്ച് BN ഹസ്കർ ഇന്ന് RSPയിൽ ചേരും. CPMന്റെ അപജയത്തിൽ പ്രതിഷേധിച്ചാണ് തീരുമാനമെന്ന് ഹസ്കർ അറിയിച്ചു. രക്തസാക്ഷി ഫണ്ട് പോലും തട്ടിയ പാർട്ടിക്കൊപ്പം ഇനി തുടരാനാകില്ലെന്നും ഹസ്കർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു. ചാനൽ ചർച്ചയിൽ മുഖ്യമന്ത്രി വിമർശിച്ചതിന് ഹസ്കറിനെ CPM താക്കീത് ചെയ്തിരുന്നു. പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനും വിധം ഇനി ചാനൽ ചർച്ചകൾ പ്രതികരിക്കരുതെന്നായിരുന്നു മുന്നറിയിപ്പ്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ന്യൂസ് അവർ ചർച്ചയിൽ മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി ഹസ്കർ വിമർശിച്ചിരുന്നു. ഇടത് നിരീക്ഷകനെന്ന ലേബലിൽ ഇത്തരം പ്രതികരണങ്ങൾ ഒഴിവാക്കാമെന്നാണ് ഹസ്കറിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അഭിഭാഷക ബ്രാഞ്ച് യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം K. സോമപ്രസാദാണ് മുന്നറിയിപ്പ് നൽകിയത്. ഹസ്കറിന് ചാനൽ ചർച്ചയിൽ രാഷ്ട്രീയ നിരീക്ഷകനായി പങ്കെടുക്കാമെന്നും CPM പറഞ്ഞിരുന്നു. എന്നാൽ കേന്ദ്ര കമ്മിറ്റി നിലപാടാണ് താൻ പറഞ്ഞതെന്നായിരുന്നു ഹസ്കർ യോഗത്തിൽ മറുപടി നൽകിയത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ചൊല്ലി ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിന് വഴിയൊരുക്കി ധനമന്ത്രി KN ബാലഗോപാൽ. അവതരിപ്പിച്ച ബജറ്റ് വികസന കുതിപ്പിലേറെയും സാമൂഹ്യക്ഷേമത്തിൻ്റെയും സന്ദേശമാണ് ബജറ്റ് നൽകുന്നതെന്നും ഭരണപക്ഷം അവകാശപ്പെടുമ്പോൾ തകർന്നടിഞ്ഞ സാമ്പത്തിക വ്യവസ്ഥ മറച്ചുവെക്കാനുള്ള രാഷ്ട്രീയ നാടകം മാത്രമാണ് നിലപാടിലാണ് പ്രതിപക്ഷം. ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവുള്ള കേരളത്തിൽ അവതരിപ്പിച്ച ഈ ബജറ്റിൽ ജനങ്ങൾ വിശ്വസിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. അനാവശ്യ അവകാശവാദങ്ങൾ ഉന്നയിച്ച് ബജറ്റിന്റെ സർക്കാർ നശിപ്പിച്ചു. 10 വർഷം പൂർണ്ണമായും പരാജയപ്പെട്ട മേഖലയിൽ വലിയ മാറ്റമുണ്ടാകുമെന്നും പ്രഖ്യാപിക്കുന്ന ജനങ്ങളെ കബളിപ്പിക്കാനാണ്. കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം പദ്ധതിച്ചെലവ് നടന്ന വർഷമാണെന്നും 10 ലക്ഷം രൂപയിൽ കൂടുതൽ ട്രഷറിയിൽ നിന്ന് മാറിയെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സർക്കാർ ഗീർവാണം പ്രസംഗം നടത്തുമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രഖ്യാപനങ്ങളൊന്നും നടപ്പാക്കാനാവില്ലെന്ന് ഇറങ്ങിപ്പോകുന്ന സർക്കാർ അടുത്ത സർക്കാരിന്മേൽ ഭാരം അടിച്ചേൽപ്പിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഭരണപരാജയത്തിന്റെ ആദ്യ രേഖയാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും വിമർശിച്ചു. മുൻപ് പ്രഖ്യാപിച്ച തുകയുടെ പകുതി പോലും ചെലവഴിക്കാത്തവർ ഇപ്പോൾ പുതിയ വാഗ്ദാനം നൽകുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള LDF മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ബജറ്റിനെ സർവ്വമേഖലകളെയും പരിഗണിക്കുന്ന ഒന്നായി വിശേഷിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ ആരോപണങ്ങൾ ബാലിശമാണെന്ന് വ്യക്തമാക്കി. കേരളത്തെ ആധുനികവും വികസിതവുമായ മധ്യവരുമാന സമൂഹമാക്കി മാറ്റാനുള്ള LDF സർക്കാരിൻ്റെ 10 വർഷ പരിശ്രമങ്ങളുടെ തുടർച്ചയാണിത്. ഇത്തരം ഒരു സമൂഹം വികസിക്കണമെങ്കിൽ ജനക്ഷേമവും അടിസ്ഥാന സൗകര്യ വികസനവും ഒരുപോലെ മുന്നോട്ട് പോകണം. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഒരിക്കലും സാധ്യമല്ലെന്ന് കരുതിയ ദേശീയപാത വികസനവും വിഴിഞ്ഞം പദ്ധതിയെല്ലാം യാഥാർത്ഥ്യമായി ഇതിന് തെളിവാണ്. കൺമുന്നിലുള്ള ഇത്തരം നേട്ടങ്ങളെ കണ്ണിൽ നിന്ന് അടിക്കാൻ ആർക്കും കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാമൂഹ്യ സുരക്ഷയ്ക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ബജറ്റിൽ മുന്തിയ പരിഗണനയാണ് നൽകിയിട്ടുള്ളത്. ആശാ വർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ, പ്രീ-പ്രൈമറി അധ്യാപകർ, സാക്ഷരതാ പ്രേരകർ എന്നിവർക്ക് പ്രതിമാസം 1000 രൂപ വീതം വേതനം വർദ്ധിപ്പിച്ച സാധാരണക്കാരുള്ള സർക്കാരിൻ്റെ കരുതലിന് ഉദാഹരണമാണ്. കൂടാതെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA കുടിശ്ശികകൾ പൂർണ്ണമായും നൽകുമെന്നും 1 ഗഡു ഫെബ്രുവരി ശമ്പളത്തോടൊപ്പം ലഭിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം ഏപ്രിൽ 1 മുതൽ ആശ്രയ പെൻഷൻ പദ്ധതി നടപ്പാക്കുന്നതും 5 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്ന നയം തുടരുമെന്നും സർക്കാർ ജീവനക്കാർക്ക് വലിയ ആശ്വാസമാണ്. ക്ഷേമ പെൻഷൻ കുടിശ്ശികൾ പൂർണ്ണമായും നൽകുമെന്ന വാഗ്ദാനം സർക്കാർ പാലിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.